ഹായ് ഗുഡ് മോർണിംഗ്. ആറേറെ വ്ളോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഊട്ടിയിലോട്ട് ട്രിപ്പ് പോവാണ്. ട്രിവാൻഡ്രം ടു ഊട്ടി മസനഗുഡി വഴിയാണ് ഞങ്ങൾ ഊട്ടിയിലേക്ക് പോകുന്നത്. അപ്പോൾ ഇതേ കാറിൽ എല്ലാവരും ഉണ്ട്. നീനു, മാളു, ആദിത്യൻ എല്ലാം ഉണ്ട്. ഇപ്പോൾ സമയം 4 മണിയാണ്. കുറേ നാളുകൾ കൂടി മനസ്സിലുള്ള ആഗ്രഹമായിരുന്നു ഊട്ടിയിലേക്കുള്ള ഒരു ട്രിപ്പ് പോകണമെന്നത്. ക്യൂൻ ഓഫ് ഹിൽ സ്റ്റേഷൻസ് എന്നറിയപ്പെടുന്ന ഉദകമണ്ഡലം എന്ന ഒഫീഷ്യൽ നെയിമുള്ള ഊട്ടിയിലേക്ക് പോകണം എന്ന് ആഗ്രഹം നടക്കുന്ന ആ ദിവസം അങ്ങനെ വന്നെത്തി. ഊട്ടിയിലേക്ക് പോകുന്ന വഴി ഏതെങ്കിലും സ്ഥലങ്ങൾ കാണാനുണ്ടോ എന്ന് ആലോചിച്ചപ്പോഴാണ് മസനഗുഡി മനസ്സിലേക്ക് വന്നത്. എന്നാൽ പിന്നെ ആ വഴിക്ക് ഊട്ടിക്ക് പോകാമെന്ന് തീരുമാനിച്ചു. സമയം ഇപ്പോൾ രാവിലെ 6 മണി കഴിഞ്ഞു. ഞങ്ങൾ കായംകുളം പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നീനും മാളും ഉറക്കാണെങ്കിലും ആദിത്യൻ ഇപ്പോഴും ഉറങ്ങിയിട്ടില്ല, ഇങ്ങനെ ഉണർന്നിരിക്കുകയാണ്. ആദിത്യൻ എന്താ ഉറങ്ങാത്തെ? ആദിത്യൻ എന്താ ഉറങ്ങാത്തെ? ഉറക്കം വരുവാണോ? ഒളിച്ചിരിക്കുവാണോ? ഇപ്പോൾ ഒരു 7:45 മണി കഴിഞ്ഞു കേട്ടോ. സാധാരണയായി എല്ലാ ട്രിപ്പിലും യാത്ര സ്റ്റാർട്ട് ചെയ്ത് ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞൊരു കട്ടൻ ചായ ബ്രേക്ക് പതിവുള്ളതാണ്. ആദ്യം ഇപ്പോഴും ആക്റ്റീവായിട്ട് ഉറങ്ങാതെ ഇരിക്കുവാണെങ്കിലും നീനും മാളും കാറ് സ്റ്റോപ്പ് ചെയ്തിരിക്കുന്ന പോലും അറിയാതെ നല്ല ഉറക്കത്തിലാണ്. അപ്പം നമ്മൾ എങ്ങോട്ട് പോവുകയാണ്? നമ്മൾ ഊട്ടിയിലോട്ട് പോവുകയാണ്. ആരൊക്കെയുണ്ട് ഊട്ടിയിലോട്ട് പോവാൻ? ഇല്ലല്ലോ, കാറിൽ ആരൊക്കെ ഉണ്ട് നമ്മുടെ കൂടെ? അപ്പൊ പിന്നെ ഈ കാർ ഡ്രൈവ് ചെയ്യുന്ന ആരാ? കാർ ആരാ ഡ്രൈവ് ചെയ്യണേ? അമ്മനാണോ ഡ്രൈവ് ചെയ്യുന്നത്? അങ്ങോട്ട് നോക്ക്, റൈറ്റ് സൈഡിലോട്ട് നോക്ക്. ആരാണ് കാർ ഡ്രൈവ് ചെയ്യുന്നത്? അമ്മൻ. ചേച്ചി മോളും ഇവിടെ? ഇതേ മേലെ മെട്രോ റേഞ്ച് പാസ് ചെയ്യുന്നത് കണ്ടോ? ഞങ്ങളിപ്പോൾ എറണാകുളത്തൂടി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. സമയം ഇപ്പോൾ ഏകദേശം 9 മണിയാകാറായിട്ടുണ്ടാവും. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള സമയം ആയി. അതിനുള്ളൊരു സ്ഥലവും കണ്ടെത്തേണ്ടതുണ്ട്. ഞങ്ങളുടെ ഈ യാത്ര ഒരു വർക്കിംഗ് ഡേ ആണ്. ഈ 9 മണി സമയത്തും വർക്കിംഗ് ഡേ ആയതിനാലും എറണാകുളത്ത് ഈ സമയം വരുന്ന തിരക്ക് ആലോചിച്ചപ്പോൾ എറണാകുളം കഴിഞ്ഞിട്ട്, അതായത് എറണാകുളം പാസ് ചെയ്തതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക എന്ന പ്ലാനിലാണിപ്പോൾ ഞങ്ങൾ. ഇപ്പോൾ ഞങ്ങൾ ആലുവ എത്തി കേട്ടോ. ഇവിടെ കുന്നുംപുറം എന്ന സ്ഥലത്തുള്ള പത്മ കഫേ എന്ന റെസ്റ്റോറൻറ്റിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറിയതാണ്. ആദിത്യൻ എന്താ ഓർഡർ ചെയ്തേ? മാളു എന്താ ഓർഡർ ചെയ്തു? മറ്റൊരു വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പം നമ്മള് ടൂറ് പോവാണ്. പക്ഷെ നമ്മള്
നമ്മളിപ്പോ എത്താറായി ഊട്ടി. അപ്പൊ ആയിട്ടില്ല. ഇങ്ങോട്ട് വെച്ച് ഇവിടെ നമ്മളിപ്പോ അതാ ജസ്റ്റ് ഇവിടുന്ന് കുന്നുംപുറത്തുനിന്ന് റെസ്റ്റോറന്റിൽ നിന്ന് ഫുഡെല്ലാം കഴിച്ചിട്ട് നമ്മളിപ്പോ വീണ്ടും തിരിച്ച് ട്രാവൽ സ്റ്റാർട്ട് ചെയ്യുവാണ്. കളിയും ചിരിയും പിണക്കും ഒക്കെ ആയിട്ട് നീനുവും ആളും ഇരിക്കുകയാണ്. ഈ സമയത്ത് ആദിയുടെ ശബ്ദമൊന്നും കേൾക്കാത്തതുകൊണ്ട് നോക്കിയപ്പോഴാണ് അവൻ പുറത്തേക്കുള്ള കാഴ്ചകളും പോകുന്ന പലതരം പുതിയ അവൻ കണ്ടിട്ടില്ലാത്ത വണ്ടികളും JCB ഒക്കെ കണ്ടിട്ട് അത് ആസ്വദിച്ച് അങ്ങനെ നിൽക്കുവാണ്. ഏട്ടൻ ഒരു ലോലിപോപ്പിനെയും കൂട്ടുപിടിച്ച് ഡ്രൈവിംഗ് എൻജോയ് ചെയ്യുവാൻ തോന്നുന്നു. ഉച്ചയ്ക്ക് ഒരു 1:30 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ പാണ്ടിക്കാട് വണ്ടൂർ റോഡിലുള്ള ഹോട്ടൽ ഐശ്വര്യയിൽ വണ്ടി നിർത്തി ലഞ്ച് കഴിക്കാനായിട്ട്. ഇവിടുന്ന് ഒരു 14 കിലോമീറ്റർ നിലമ്പൂർ എത്താനുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഏകദേശം ഒരു 3 മണിയായപ്പോൾ നമ്മൾ ഈ നിലമ്പൂർ ബ്രിഡ്ജ് ക്രോസ് ചെയ്യുകയാണ് കേട്ടോ. മലപ്പുറം ഡിസ്ട്രിക്റ്റിലുള്ള നിലമ്പൂർ ചാലിയാർ നദിയുടെ കരയിലുള്ള ഒരു പട്ടണമാണ്. നിലമ്പൂർ നഗരസഭയിലേക്ക് സ്വാഗതമെന്നും വനമേഖലയിലൂടെയാണ് തങ്ങൾ യാത്ര ചെയ്യുന്നത്, വേഗത കുറയ്ക്കുക എന്നും വൈൽഡ് ആനിമൽസ് ക്രോസ് ചെയ്യുന്നു ഒക്കെ ബോർഡ് നിലമ്പൂർ ബ്രിഡ്ജ് കഴിഞ്ഞാൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് വച്ചിട്ടുണ്ട്. റോഡിൻ്റെ ഇരുവശങ്ങളിലും തേക്കിൻ മരങ്ങളും മറ്റുമായിട്ട് ഒരു ചെറിയ കാട് തന്നെയാണ്. ഊട്ടിയിലും മൈസൂരിലും ഒക്കെ ട്രിപ്പ് പോകുന്നവർക്ക് ഇടയ്ക്കൊന്ന് ഹോൾട്ട് ചെയ്യണമെന്ന് തോന്നിയാൽ അതിന് പറ്റിയ സ്ഥലമാണ് നിലമ്പൂർ. ചാലിയാർ നദിയും കോണലീസ് പ്ലോട്ടും തേക്കിൻ മ്യൂസിയം ഒക്കെയാണ് ഇവിടുത്തെ പ്രധാന അട്രാക്ഷൻസ്. ഇതാണ് കോണലീസ് എക്കോ ടൂറിസം സെൻറ്റർ. കുറച്ചുകൂടി മുന്നിലേക്ക് പോകുമ്പോഴത്തേക്കും കോണലീസ് പ്ലോട്ട് എന്ന പേരിൽ ഒരു ബോർഡ് കാണാം. അവിടെ കയറുന്നതിന് എൻട്രി ടിക്കറ്റും ടൈമിങ്ങും ഉണ്ട്. പണ്ട് ബ്രിട്ടീഷ് ഇന്ത്യയിലെ മലബാർ ഡിസ്ട്രിക്റ്റിൻ്റെ കളക്ടറായിരുന്ന സർ ഹെൻറി വാലന്റൈൻ കോണലി 1846 ശ്രീ ചാത്തുമേനോൻ്റെ സഹായത്തോടെ പ്ലാൻ ചെയ്തതാണ് ഈ തേക്കിൻ തോട്ടം. ഇത് ഏകദേശം 5 ഏക്കറോളം സ്ഥലത്ത് വ്യാപിച്ചു കിടപ്പുണ്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും പ്രായം കൂടിയതും വലിപ്പമേറിയതുമായ വച്ചുപിടിപ്പിച്ച തേക്കിൻ മരങ്ങൾ ഈ കോണലീസ് പ്ലോട്ടിലാണ് ഉള്ളത്. ഇവിടുത്തെ മറ്റൊരു പ്രധാന അട്രാക്ഷൻ എന്ന് പറയുന്നത് റോഡിൻ്റെ ഇരുവശങ്ങളിലും ഇഷ്ടം പോലെ വഴിയോര കച്ചവടക്കാരുണ്ടെന്നാണ്. പലതരത്തിലുള്ള ഫുഡും ഡ്രസ്സും പല സാധനങ്ങളും ടൂറിസ്റ്റിനെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിൽ അവരവിടെ വെച്ചിട്ടുണ്ട്. പായസക്കട വരെ ഞാൻ ഇടയ്ക്ക് കണ്ടായിരുന്നു. കുറച്ചുകൂടി മുന്നോട്ട് പോയി ചില സ്ഥലങ്ങളിൽ നിർത്തി ഫോട്ടോസ് എടുത്തതിന് ശേഷം ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. നിലമ്പൂർ കഴിഞ്ഞാൽ അടുത്തൊരു പ്രധാന സ്ഥലം എന്ന് പറയുന്നത് വഴിക്കടവ് ടൗണാണ്. വഴിക്കടവ് കഴിഞ്ഞാൽ പിന്നെ ഫോറസ്റ്റിനകത്തോടുള്ള നാടുകാണി ചുരമാണ്. ഏകദേശം 12-18 ഹെയർപിൻ വളവുകളുണ്ടെന്ന് തോന്നുന്നു. 20 കിലോമീറ്ററോളം വരും നാടുകാണി ചുരം കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. പണ്ട് ബ്രിട്ടീഷ് ഇന്ത്യയിലെ പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥനായിരുന്ന വില്യം ക്യാമ്പലാണ് അന്നത്തെ ഒരു ആദിവാസിയുടെ സഹായത്തോടെ ഈ ചുരം കണ്ടുപിടിച്ചതെന്ന് പറയപ്പെടുന്നുണ്ട്. ചുരം കയറുമ്പോൾ അവിടെ എവിടെയായി കൂട്ടത്തോടെയും ഒറ്റയ്ക്കും കുരങ്ങന്മാരെ കാണാം.
ചുരം കയറി മുകളിലെത്തിയാൽ അത്രയും നേരം കണ്ട കാടിൻ്റെ ഭാവമല്ല നാടുകാണിക്ക്. ഒരു ചെറിയ ടൗൺ പോലെ തോന്നി. ഇഷ്ടംപോലെ കടകളും ഹോട്ടലും ഒക്കെയുണ്ട്. തൊട്ടടുത്തായി ജെനിപൂൾ എക്കോ ടൂറിസം എന്നൊരു ബോർഡും കണ്ടു. പിന്നെ ഒരു കാര്യം, ഇവിടെ എത്തുമ്പോൾ ടോൾ കൊടുക്കണം കേട്ടോ. കാറിന് 30-40 രൂപയാണെന്ന് തോന്നുന്നു. ടോൾ കൊടുക്കാൻ വേണ്ടിയാണ് ഇവിടെ നിർത്തിയിരിക്കുന്നത്. ഊട്ടിക്കും മൈസൂർക്കും ബാംഗ്ലൂർക്കും ഒക്കെ പോകുന്നവർക്ക് ഹോൾട്ടിന് പറ്റിയ ഒരു സ്ഥലവുമാണ് നാടുകാണി. ഇവിടെ നോക്ക്, എല്ലാരും ലെഫ്റ്റ് സൈഡ് നോക്ക്, ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കൂ. എന്താ ഭംഗി നോക്ക്. വെൽ മെയിൻറ്റൈൻഡ് ആയിട്ട്. അതിന്റെ മേലെ ഒരു റിസോർട്ട് ആയിരിക്കും അല്ലേ അത്? ഇതൊരു ഭംഗിയാ. രണ്ട് സൈഡിലും ഉണ്ട്. അത് തേയില നുള്ളുന്നവരാ. നാടുകാണി ടൗൺ കഴിഞ്ഞ് കുറച്ച് മുന്നിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ചകളാണ് കേട്ടോ ഇതൊക്കെ. ശരിക്കു പറഞ്ഞാൽ ഈ വഴി വന്നില്ലെങ്കിൽ ഒരു നഷ്ടമായി പോയേനെന്ന് തോന്നി എനിക്ക്. ഒരു ചെറിയ മൂന്നാർ പോലെയുണ്ട്. ഊട്ടി ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോൾ ആദ്യം വാൽപ്പാറ വഴി പോകാമെന്നാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. വാൽപ്പാറയിൽ ഒരു ഹോൾട്ട് ഇട്ടതിന് ശേഷം ഊട്ടിക്ക് പോകാമെന്ന്. പക്ഷേ ആ സമയത്ത് ആ റോഡ് ക്ലോസ്ഡ് ആയിരുന്നത് കൊണ്ടാണ് ഞങ്ങൾ മസനഗുഡി വഴി പോകാമെന്ന് തീരുമാനിച്ചത്. ശരിക്കും ആ തീരുമാനം നന്നായെന്ന് തോന്നുന്നു. ഇത് ഗൂഡല്ലൂർ ടൗണാണ്. ഗൂഡല്ലൂരിൽ നിന്ന് ലെഫ്റ്റിലേക്ക് പോയാൽ മൈസൂറും റൈറ്റിലേക്ക് പോയാൽ നേരെ ഊട്ടിയിലേക്കുമാണ്. മസനഗുഡി വഴി ഊട്ടിക്ക് പോകുന്നവർ ലെഫ്റ്റിലേക്കുള്ള മൈസൂർ റൂട്ടാണ് സെലക്ട് ചെയ്യേണ്ടത് കേട്ടോ. മൈസൂർ റൂട്ട് സെലക്ട് ചെയ്ത് മസനഗുഡി വഴി നമ്മൾ ഊട്ടിയിലേക്ക് പോകുമ്പോൾ നമ്മളെ കാത്ത് വേറെയും കുറച്ച് നല്ല കാഴ്ചകൾ ഇരിപ്പുണ്ട്. അതാണ് മുതുമലൈ ടൈഗർ റിസർവിൻ്റെ എൻട്രൻസ്. ഞാൻ പറഞ്ഞ മസനഗുഡി വഴി ഊട്ടിക്ക് പോകുന്ന എല്ലാവരെയും കാത്തിരിക്കുന്ന കുറേ നല്ല കാഴ്ചകളുടെ എൻട്രൻസ്. ഇനി ഒരു 68 കിലോമീറ്റർ കൂടി യാത്ര ചെയ്താലേ ഊട്ടിയിലെത്തുള്ളൂ. ഫോറസ്റ്റിനകത്തൂടെയുള്ള ഈ നല്ല റോഡ് കാണുമ്പോൾ ഡ്രൈവ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഭയങ്കര രസമായിട്ട് തോന്നും. പക്ഷെ ഇഷ്ടം പോലെ സ്പീഡ് ബമ്പുകളുണ്ട്, സ്പീഡ് ലിമിറ്റും ഉണ്ട്. ഈ ഫോറസ്റ്റിന്റെ ഉള്ളിൽ കടുവയും ആനയും ലെപ്പേർഡും പലതരത്തിലുള്ള മാനുകളും കഴുകനും പലതരത്തിലുള്ള ബേർഡ്സും ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. നമ്മൾ റോഡിലൂടെ ട്രാവൽ ചെയ്യുമ്പോൾ മെയിൻലി നമുക്ക് കാണാൻ പറ്റുന്നത് മാനിനെയും മ്ലാവിനെയും മയിലിനെയും ഒക്കെയാണ്. ചിലപ്പോൾ ആനകളെയും കാണാൻ പറ്റും. എന്നാൽ ഇവരുടെ ഫോറസ്റ്റ് സഫാരി എടുത്ത് നമ്മൾ കാടിന്റെ അകത്തേക്ക് പോയി കഴിഞ്ഞാൽ വംശനാശ ഭീഷണി നേരിടുന്ന പല മൃഗങ്ങളെയും പക്ഷികളെയും കാണാൻ പറ്റും എന്നാണ് പറയുന്നത്.
എനിക്ക് ഏറ്റവും രസകരമായിട്ട് തോന്നിയത് കാട്ടിനകത്തൂടെ കാറിലൂടെയുള്ള ഈ യാത്ര തന്നെയാണ് കേട്ടോ. ദേ അവിടെ ഒരു എലിഫൻറ്റിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് നാട്ടാനയാണോ കാട്ടിലെ ആനയാണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. കാരണം ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ മുതുമലയുടെ ഒരു എലിഫൻറ്റ് ക്യാമ്പിംഗ് ഉണ്ട്, അതായത് ആനകളെ പരിശീലിപ്പിക്കുന്ന ഒരു സ്ഥലം. ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, മസനഗുഡി വലത്തേക്കാണ് 6 കിലോമീറ്റർ എന്നും ഊട്ടി ഒരു 38 കിലോമീറ്റർ ഉണ്ടെന്ന്. ഒരു മാൻ ക്രോസ് ചെയ്യുന്നത് കണ്ടോ? രാവിലെ നമ്മളാവും മുതുമലൈ ടൈഗർ റിസർവിന്റെ ഏരിയ കഴിഞ്ഞു. മസനഗുഡി എത്തിക്കഴിയുമ്പോൾ ഇതുപോലെ ജീപ്പ് സഫാരിക്ക് വേണ്ടി കൈ കാണിക്കും. ജീപ്പിൽ നമ്മളെ കൊണ്ടുപോയി മസനഗുഡിയിലെ കുറേ സ്ഥലങ്ങളും മുതുമലൈ നാഷണൽ പാർക്കും ഒക്കെ കാണിച്ചു തരും. ഞങ്ങൾക്ക് അന്ന് ഊട്ടിയിൽ എത്തണം എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ ജീപ്പ് സഫാരി ഓപ്റ്റ് ചെയ്തില്ല. മസനഗുഡി വഴി ഊട്ടിക്ക് പോകുന്നവർക്ക് മെയിൻലി ഉള്ള അട്രാക്ഷൻ എന്ന് പറയുന്നത് ആ ട്രാവൽ തന്നെയാണ്. മുതുമലൈ ഫോറസ്റ്റിനകത്തൂടെയുള്ള ആ ട്രാവലാണ്. പക്ഷേ മസനഗുഡിയിൽ സ്റ്റേ ചെയ്യുവാണെങ്കിൽ ജീപ്പ് സഫാരി, തേപ്പക്കാട് എലിഫൻറ്റ് ക്യാമ്പ്, മോയാർ റിവർ ട്രെക്കിംഗ്, ഇതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ മസനഗുഡിയിൽ തന്നെ സ്റ്റേ ചെയ്യാൻ ഒരുപാട് റിസോർട്ട്സും ഹോട്ടൽസും ഒക്കെ ഉണ്ട്.
സംഭവിച്ചിരുന്നു. നമുക്കൊരിക്കലും വിഷമമാകൂല. മസിനഗുഡി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കാറൊന്ന് നിർത്തിയായിരുന്നു. ഇടയ്ക്ക് എല്ലാവരും ഒരു കട്ടൻ ചായയൊക്കെ കുടിക്കാനും ഒന്ന് റിലാക്സ് ചെയ്യാനും ഒക്കെ ആയിട്ട്. ഊട്ടിയിലേക്ക് എത്താൻ ഇനി 36 ഹെയർ പിൻ ബെൻഡുകളൂടി നമ്മൾ കയറണം. ഇതിൽ ആദ്യത്തെയാണ് നമ്മളിപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നത്. ഈ ഹെയർ പിൻ ബെൻഡ് കയറി തുടങ്ങുമ്പോഴത്തേക്ക് സമയം വൈകുന്നേരം 6 മണി കഴിഞ്ഞിരുന്നു കേട്ടോ. അങ്ങനെ 36 ഹെയർ പിൻ ബെൻസൊക്കെ കയറി ഒരു 6:45-7 മണിയായപ്പോഴത്തേക്ക് ഞങ്ങൾ ഊട്ടിയിലെത്തി. അങ്ങനെ രാവിലെ 4 മണിക്ക് തുടങ്ങിയ ഊട്ടിയിലേക്കുള്ള യാത്ര വൈകുന്നേരം 7 മണിയായപ്പോഴാണ് കഴിഞ്ഞത്. ഇപ്പോൾ 7:10 ആയപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന റോസ് പാർക്ക് റെസിഡൻസിയിൽ എത്തിയിട്ടുണ്ട്. ഇനി മറ്റൊരു വ്ലോഗുമായി വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ.